ശ്രീജീവിന്റെ ഘാതകരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സഹോദരൻ ശ്രീജിത്ത് നടത്തുന്ന സമരം 771 ദിവസം പിന്നിടുമ്പോൾ സന്തോഷവാർത്തയുമെത്തി. അന്വേഷണം CBIക്ക് വിട്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമെത്തി. ഈ വിജ്ഞാപനം സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അയച്ചുകൊടുത്തു. ഇത് ശ്രീജിത്തിന് സർക്കാർ കൈമാറി. എന്നാൽ അന്വേഷണം തുടങ്ങുമ്പോൾ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്നാണ് ശ്രീജിത്തിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ജയരാജൻ സമരസ്ഥലത്ത് നേരിട്ടെത്തിയാണ് വിജ്ഞാപനം കൈമാറിയത്. വിജ്ഞാപനം ഇറങ്ങിയതിൽ ശ്രീജിത്ത് സന്തോഷവാനാണ്. പക്ഷേ അന്വേഷണ സംഘം എത്തിയാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്നാണ് ശ്രീജിത്തിന്റെ നിലപാട്. നേരത്തെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയ പ്രശ്നം ഏറ്റെടുത്തതോടെ കേന്ദ്രവും അനുകൂല തീരുമാനമെടുത്തു. വിഷയം ഹൈക്കോടതിയുടെ മുന്നിലുമെത്തി. CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ അനുകൂല തീരുമാനവും എടുത്തു. ഈ സാഹചര്യത്തിലാണ് CBI എത്തുന്നത്. കൊലയാളികളെ നിയമത്തിനു മുന്നിലെത്തിക്കാൻ CBIക്കല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്നാണ് ശ്രീജിത്ത് സമരം നടത്തിയത്. അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ ശ്രീജിത്ത് ആരംഭിച്ച നിരാഹാര സമരം 42ാം ദിവസത്തിലേക്കും കടന്നിരുന്നു. വൈകിട്ടോടെ ശ്രീജിത്തിനെ പരിശോധിച്ച ഡോക്ടർമാരുടെ സംഘം ആരോഗ്യനിലയിൽ തൃപ്തി അറിയിച്ചു. 40 ദിവസമായി ഗ്ലൂക്കോസ് മാത്രമാണ് ശ്രീജിത്ത് കഴിക്കുന്നത്. അതിനിടെയാണ് CBI അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ തീരുമാനമെത്തുന്നത്. സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ അന്വേഷണ സംഘം ചുമതലയേൽക്കും. ഇതോടെ മാത്രമേ ശ്രീജിത്ത് സമരം അവസാനിപ്പിക്കൂ. ഗവർണർ P. സദാശിവവും കേസിൽ ഇടപെട്ടിരുന്നു. ഇതും CBI എത്തുന്നതിൽ നിർണായകമായി. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ വിഷയം ഏറ്റെടുത്ത് രംഗത്തെത്തിയ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയാണ് CBI അന്വേഷണ തീരുമാനം എടുപ്പിക്കുന്നതിൽ നിർണായകമായത്. അതേസമയം ആരോപണ വിധേയരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ നിലനിൽക്കുന്ന സ്റ്റേ ഒഴിവാക്കുന്നതിന് സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് സ്വീകരിച്ചുവെന്ന വിവരവും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് CBI അന്വേഷണത്തിന് വിജ്ഞാപനം പുറത്തുവന്നത്. പോലീസുകാർക്കെതിരായ നടപടിക്കുള്ള സ്റ്റേ നീക്കണമെന്ന് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. 1.5 വർഷം മുൻപുള്ള സ്റ്റേ നീക്കണമെന്നാണ് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടത്. പോലീസുകാർക്കെതിരായ നടപടിക്കുള്ള സ്റ്റേ നീക്കുന്നതിന് ഹൈക്കോടതിയിൽ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് ശ്രീജിത്തുമായുള്ള ചർച്ചയിൽ സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. ശ്രീജീവിന്റെ അമ്മ രമണി നൽകിയ ഹർജിയിലാണ് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചത്. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ലെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കേസിൽ ശ്രീജിത്തിന്റെ ആവശ്യപ്രകാരം CBI അന്വേഷണം നടത്തുന്നതിനും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. 2014 മെയ് 21-നാണ് ശ്രീജിത്തിന്റെ സഹോദരൻ ശ്രീജീവ് മരിച്ചത്. മോഷണക്കുറ്റം ആരോപിച്ച് ശ്രീജീവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് മർദ്ദിച്ചും വിഷം കൊടുത്തും സഹോദരനെ കൊലപ്പെടുത്തിയെന്നാണ് ശ്രീജിത്തിന്റെ ആരോപണം. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയും ഇക്കാര്യം കണ്ടെത്തിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധുവായ പെൺകുട്ടിയുമായി ശ്രീജീവനുണ്ടായിരുന്ന പ്രണയബന്ധമാണ് പോലീസിന്റെ പ്രതികാര നടപടിയിലേക്ക് നയിച്ചത്. എന്നാൽ ശ്രീജീവിനെ മോഷണക്കേസിലാണ് പിടിച്ചതെന്നും ലോക്കപ്പിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഈ സാഹചര്യത്തിലാണ് CBI അന്വേഷണത്തിന് വേണ്ടി ശ്രീജിത്ത് സമരത്തിനിറങ്ങിയത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.